നമ്മളെല്ലാരും ചെയ്യണ ഒരു കാര്യമാണ് റെസ്യൂമേല് ലിങ്ക്ഡിന്റെ ലിങ്ക് ആഡ് ആക്കണത്. ബട്ട് എന്തിനാണ് ഈ ലിങ്ക്ഡിന്റെ ലിങ്ക് നമ്മൾ റെസ്യൂമേൽ ആഡ് ആക്കണേന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റെസ്യൂമേ എന്ന് പറയുന്നത് ഒരു 1 ഓർ 2 പേജസിൽ നമ്മുടെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിലോട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് റെസ്യൂമേൽ ഉള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ലിങ്ക്ഡിനിൽ കാണിക്കാനായിട്ട് പറ്റും. ബട്ട് ഇവിടെ എല്ലാവരും ചെയ്യണ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിന്റെ ലിങ്ക് റെസ്യൂമേൽ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യാണ്ട് ആഡ് ചെയ്യും. ലിങ്ക്ഡിന്റെ ലിങ്ക് റെസ്യൂമേൽ ആഡ് ചെയ്യുമ്പോൾ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതായത് റിക്രൂട്ടർ നോക്കണ സമയത്ത് റെസ്യൂമേൽ കുറച്ച് ഡീറ്റെയിൽസ്, ലിങ്ക്ഡിനിൽ വേറെ ഡീറ്റെയിൽസ്, രണ്ടും സെയിം ആയിരിക്കണം. രണ്ടും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്യൂമേൽ നമ്മളൊരു കമ്പനിക്ക് ഒരു ഡെസിഗ്നേഷൻ നെയിം കൊടുക്കുന്നു. അതേ കമ്പനി ലിങ്ക്ഡിനിലോട്ട് വരണ സമയത്ത് സെയിം ഡെസിഗ്നേഷൻ നമ്മൾ റെസ്യൂമേൽ കൊടുത്തേക്കുന്ന അതേപോലെ തന്നെ അല്ല ലിങ്ക്ഡിനിൽ കൊടുത്തേക്കണേ എന്നുണ്ടെങ്കിൽ അതൊരു മിസ്മാച്ച് ആണെന്ന് മനസ്സിലാവും അവർക്ക്. അതുപോലെ തന്നെ റെസ്യൂമേൽ കൊടുത്തിരിക്കുന്ന ഡേറ്റും ലിങ്ക്ഡിനിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റും എല്ലാം സെയിം ആയിരിക്കണം. നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എഴുതാനായിട്ട് പാടില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമേൽ ലിങ്ക്ഡിന്റെ ലിങ്ക് ആഡ് ആക്കുന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം മാത്രം ആഡ് ആക്കുക. അതേപോലെ തന്നെ റെസ്യൂമെയും പ്രോപ്പർ ആയിട്ട് ATS ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ മാത്രമാണ് റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവുള്ളൂ. അപ്പോൾ റെസ്യൂമെയും ലിങ്ക്ഡിനും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും.